സുനിത വില്യംസ് ഇല്ലാതെ ബോയിംഗ് സ്റ്റാർലൈനർ പേടകം ബഹിരാകാശത്തു നിന്നും ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തി. ഈ വർഷം ജൂണിൽ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിനെയും സഹയാത്രികൻ ബെച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ട് ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകമാണ് ഇപ്പോൾ ഇവരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാക്കിക്കൊണ്ട് തിരിച്ചു വന്നിരിക്കുന്നത്. ഇവരെ സാങ്കേതിക തകരാറുള്ള സ്റ്റാർലൈനറിൽ തിരികെ കൊണ്ടുവരുന്നത് വളരെ അപകടകരമാണെന്നതിനാലാണ് നാസ ഈ തീരുമാനമെടുത്തതെങ്കിലും സ്റ്റാർലൈനർ പേടകം ഒരു തടസ്സവുമില്ലാതെയാണ് ഭൂമിയിൽ തിരിച്ചെത്തിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പേടകത്തിൽ നിന്നും അസാധാരണമായ ശബ്ദമുണ്ടായതിനെ തുടർന്നാണ് പേടകത്തെ മാത്രം ഭൂമിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നാസ വേഗത്തിലാക്കിയത്. വെറും 8 ദിവസത്തെ ദൌത്യത്തിനായി ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട സുനിത വില്യംസും സഹയാത്രികനും പേടകത്തിന്റെ സാങ്കേതിക തകരാർ കാരണം മടക്കയാത്ര സുരക്ഷിതമല്ലാത്തതിനാൽ ഭൂമിയിലേക്ക് തിരിച്ചെത്താനാകാതെ ഇപ്പോഴും ബഹിരാകാശത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2025 ഫെബ്രുവരിയിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണിലെ ഇനി ഇവരെ ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാനാകൂ എന്നും അതുവരെ ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തന്നെ തുടരേണ്ടി വരുമെന്നുമാണ് നാസ സൂചിപ്പിക്കുന്നത്.